ക്ലീനാക്കുന്നത് മിനക്കേടാണ് ഉണ്ണി, ലോക്കാക്കുന്നതല്ലോ സുഖപ്രദം. ഇത് തലസ്ഥാനമല്ല ചവർസ്ഥാനം. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കുവാനുള്ള വേദി. തലസ്ഥാനം ചവർസ്ഥാനമാകുകയും കേരളം മുഴുവൻ ആമിഴഞ്ചാൻ തോടായി മാറുകയും ചെയ്തപ്പോൾ നിപ്പയടക്കമുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായി മാറി കേരളം. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിക്കുളിച്ച അന്തംകമ്പി സർക്കാർ ഇപ്പോൾ പനിഭീതി പടർത്തി നാട്ടുകാരെ മാസ്ക് ഇടിപ്പിച്ചു ലോക്കാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അങ്ങനെ സംഭവിച്ചാൽ ജനശ്രദ്ധ മുഴുവൻ പനിഭീതിയിലാകും, ഭരണപരാജയങ്ങൾ ജനങ്ങൾ മറക്കുകയും ചെയ്യും. i2 ന്യൂസ് ആരംഭിച്ച ഇത് തലസ്ഥാനമല്ല ചവർസ്ഥാനമാണ് എന്ന പ്രതികരണ പരിപാടിയിൽ ഇന്ന് ആദ്യം പ്രതികരിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പാണ്. മാലിന്യ നിർമ്മാർജ്ജനവും രോഗനിവാരണവും ലക്ഷ്യമാക്കി രൂപീകരിച്ച ഹരിത കേരളം, ശുചിത്വ കേരളം, ആർദ്രം എന്നീ നവകേരള മിഷനുകളെ സർക്കാർ കുഴിച്ചുമൂടിയെന്ന് അഭിപ്രായപ്പെടുകയാണ് മിഷനുകളുടെ കോർഡിനേറ്ററായിരുന്ന ചെറിയാൻ ഫിലിപ്പ്. 8 വർഷം മുമ്പ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരു സ്വപ്ന പദ്ധതി എന്ന നിലയിലാണ് നവകേരളം മിഷനുകൾ ആവിഷ്കരിച്ചത്. ആ മിഷനുകളുടെ എല്ലാം ചെയർമാൻ മുഖ്യമന്ത്രിയായിരുന്നു, ഞാൻ കോർഡിനേറ്ററായിരുന്നു. ഇന്ന് ആ മിഷനുകളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാലിന്യ പ്രശ്നം രൂക്ഷതരായപ്പോൾ മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം എടുത്തുകൊണ്ടാണ് ഹരിത കേരളം, ശുചിത്വ കേരളം തുടങ്ങിയ മിഷനുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ആ മിഷനുകൾ പൂർണ്ണമായും കുഴിച്ചുമൂടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഉറവിട മാലിന്യ സംസ്കരണ പരിപാടിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ വീടുകൾ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. ഇന്നിപ്പോൾ ഉറവിട മാലിന്യ സംസ്കരണം പൂർണ്ണമായി സ്തംഭനത്തിലാണ്. വീടുകളിലെ ഖര മാലിന്യങ്ങളും ജൈവമാലിന്യങ്ങളും പ്ലാസ്റ്റിക് കൂടുകളിൽ തന്നെ പൊതിഞ്ഞു കെട്ടി റോഡുകളിലേക്കും ഓടകളിലേക്കും തോടുകളിലേക്കും എറിയുന്ന അവസ്ഥയാണ്. അങ്ങനെ കേരളം വീണ്ടും ഒരു മാലിന്യ കൂമ്പാരമായി മാറുകയാണ്. അതേസമയം പ്ലാസ്റ്റിക് നിരോധനം 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ചെങ്കിലും ഇത് പൂർണ്ണമായിട്ടും ഇപ്പോൾ പ്രാവർത്തികമായിട്ടില്ല. നമ്മുടെ നദികളും തോടുകളും പുഴകളുമെല്ലാം ഇന്ന് മാലിന്യ കൂമ്പാരമാണ്. അവിടെയെല്ലാം മീൻപിടുത്തക്കാർ വലയെറിഞ്ഞാൽ ആ വലയിൽ കുടുങ്ങുന്നത് മീനല്ല, പ്ലാസ്റ്റിക് കൂടുകളാണ്. അതേസമയം കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൃഹത്തായ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതുവരെയും മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ ഒരിടത്തും പൂർത്തിയായിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സ്തംഭനത്തിലാണ്. അങ്ങനെ കേരളം വീണ്ടും ഒരു ആമയിഴഞ്ചാൻ തോടായി മാറുകയും കേരളത്തിലെ റോഡുകൾ മുഴുവൻ ആമയിഴഞ്ചാൻ തോട് പോലെ തന്നെ മാലിന്യങ്ങളുടെ വാഹിനികളായി മാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. അതേസമയം രോഗപ്രതിരോധവും രോഗചികിത്സയും ലക്ഷ്യമാക്കിയിട്ടാണ് ആർദ്രം മിഷൻ സ്ഥാപിതമായത്. ആർദ്രം മിഷൻ്റെ ഭാഗമായിട്ട് ജനകീയ ആരോഗ്യ പദ്ധതി നടപ്പിലാക്കുകയും ജലജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിർമ്മാർജ്ജനം ചെയ്യാൻ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു സമൂർത്തമായ പരിപാടികൾ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ആർദ്രം മിഷൻ ഇപ്പോൾ പൂർണ്ണമായി വെന്റിലേറ്ററിലാണ്. പുതിയ ആരോഗ്യമന്ത്രത്തിന് ശേഷം ആരോഗ്യവകുപ്പ് പൂർണ്ണമായി കുത്തഴുകയും ഒരു ഈജിയൻ തൊഴുത്തായി മാറുകയും ചെയ്ത അവസ്ഥയാണ്. രോഗപ്രതിരോധത്തിന് മാത്രമല്ല, ചികിത്സയ്ക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ഒന്നും സൗകര്യങ്ങളില്ല. സർക്കാരിൻ്റെ ജില്ലാ താലൂക്ക് ആശുപത്രിയിൽ പോലും രോഗികൾ വന്നാൽ അവർ കിടക്കാൻ സ്ഥലമില്ലെന്ന് മാത്രമല്ല, അവർക്ക് പാരസെറ്റമോൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഇത്രയും ശോച്യാവസ്ഥയിലേക്ക് പോയ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേരളം ഒരു ആമയിഴഞ്ചാൻ ഭരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ പെരുകുമ്പോൾ ജനങ്ങൾക്ക് ആശ്രയ കേന്ദ്രമാകേണ്ടുന്ന തലസ്ഥാനത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളായ തൈക്കാട് ഹോസ്പിറ്റൽ, ജനറൽ ആശുപത്രി പരിസരങ്ങൾ കാണുക. എത്ര വൃത്തിഹീനമെന്ന് കാണുക. ഞങ്ങളുടെ ക്യാമറമാൻ ഷാൻ അല്പസമയം മുമ്പ് പകർത്തിയ ആ ദൃശ്യങ്ങളിലേക്ക്.
തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖ റെസിഡൻഷ്യൽ കോളനിയായ മന്ത്രിമാരും മുതിർന്ന ബ്യൂറോക്രാറ്റുകളും അടക്കം വസിക്കുന്ന ജവഹർ നഗറിലെ കോർപ്പറേഷന്റെ അധീനതയിലുള്ള പാർക്ക് കാണുക. ഈ വൃത്തികെട്ട പാർക്കിലാണ് കൂത്താടികളുടെ പ്രജനന കേന്ദ്രം. ഇതിന് ചുറ്റുമാണ് ചെറുപ്പക്കാർ വന്ന് മണിക്കൂറുകളോളം കഥ പറഞ്ഞിരിക്കുന്നത്. ഇത് കൗടിയാർ രാജകൊട്ടാരത്തിന് സമീപമുള്ള കൗടിയാർ പാർക്കിലെ നാറുന്ന കുളം. ഈ കാട് പിടിച്ചു കിടക്കുന്ന പാർക്ക് പെരിച്ചാഴികളുടെ വാസസ്ഥലമാണ്. ഈ കുളത്തിൽ കൊതുകും കൂത്താടിയും പെറ്റുപെരുകി കിടക്കുകയാണ്. ഈ നഗരത്തെ നരകമാക്കിയ മേയർക്കാണ് കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് ഒരു വലിയ അവാർഡ് കിട്ടിയത്. സെക്രട്ടേറിയറ്റിൻ്റെയും ക്ലിഫ് ഹൗസിൻ്റെയും മൂക്കിന് തുമ്പത്തുള്ള ഈ സ്ഥലങ്ങൾ പോലും വൃത്തിയാക്കാതെ കൊതുകും കൂത്താടിയും പെരിച്ചാഴികളും പെരുകി പകർച്ചപ്പനികൾ നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയിലെത്തിയിട്ടാണ് നാണംകെട്ട മുഖ്യനും ഡമ്മി ആരോഗ്യവകുപ്പ് മന്ത്രിയും നമുക്ക് ഭയമല്ല ജാഗ്രതയാണ് ആവശ്യം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതുകൊണ്ട് ക്ലീൻ ആക്കുന്നത് മിനക്കേടാനുണ്ണി, ലോക്കാക്കുന്നതല്ലോ സുഖപ്രദം. എന്തുകൊണ്ടും i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.